ഹലോ വെൽക്കം ടു ശ്രീബ വൈബ്സ് യൂട്യൂബ് ചാനൽ. ഇന്നൊരു ക്വിക്ക് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമുക്കിപ്പം ലെഫ്റ്റ് ഓവർ കുറച്ച് ചിക്കൻ ഉണ്ടെങ്കിൽ, അതായത് 2 കിലോ ചിക്കനൊക്കെ വാങ്ങിയിട്ട് പിന്നെ അതെല്ലാം നമ്മൾ ഉപയോഗിക്കാതെ ആ, ഒരു ഹാഫ് kg അല്ലെങ്കിൽ 400 ഗ്രാംസ് ഒക്കെ ബാക്കി നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉം, ആ, നമ്മൾക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് കുക്കറിലാണ് കുക്ക് ചെയ്യണത്. അപ്പം ഒന്ന് പൊട്ടാറ്റോ, അതായത് ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് വെക്കുന്ന സാധാരണ ഒരു ചിക്കൻ കറി. ഇനി നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ, അതായത് ഇതൊരു മാക്സിമം ഒരു 1/2 കിലോ കാണത്തുള്ളൂ. അതിന് ആവശ്യമായിട്ടുള്ള സവോള ഞാനിവിടെ ഒരു 2.5 മീഡിയം സൈസ് സവോളയാണ്, അപ്പോൾ 2.5 എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതൽ നമ്മൾ ചേർക്കുന്നുണ്ട്. പച്ചമുളകും കൂടുതൽ ഞാൻ എടുത്തിട്ടുണ്ട്, കാരണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുക്കും. പിന്നെ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ്, പിന്നെ പട്ട, കരയാമ്പൂ, ഏലക്ക, വെളിച്ചെണ്ണ, ഉപ്പ്, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, തൈര്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത്രയാണ് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. ഇത് ഓരോ സ്റ്റേജായിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഓരോ സ്റ്റേജായിട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ആദ്യം ഈ ചിക്കൻ നമ്മളൊന്ന് പുരട്ടി വെക്കും. പുരട്ടി വെക്കാനായിട്ട് ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർക്കും, ഗരം മസാല പൗഡർ, കുരുമുളക് പൊടി, തൈര്, ഈ 4 ഇൻഗ്രീഡിയൻസ് ചേർത്താണ് 5 ഇൻഗ്രീഡിയൻസ്. മഞ്ഞൾപ്പൊടിയും കൂടി ഇടും. അപ്പോൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്, തൈര്, ഇതെല്ലാം കൂടെ ചേർത്ത് ചിക്കൻ മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ നേരം വെച്ചേക്കും, അതൊന്ന് സോഫ്റ്റ് ആകാനും ഒക്കെ വേണ്ടിയിട്ട് തൈര് ചേർക്കുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് നമ്മൾ കുക്കിങ്ങിലേക്ക് കിടക്കുന്നത്. അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഹോൾ പട്ട, കരയാമ്പൂ, ഏലക്ക ഇത് ചേർത്ത് കൊടുക്കും. അത് വഴറ്റിയിട്ട് ചെറിയ ഉള്ളി നമുക്ക് വേണമെങ്കിൽ മുഴുവൻ ഇടാം, അല്ലെങ്കിൽ ഒന്ന് അരിഞ്ഞ് ആണെങ്കിൽ ഇടാം. സവോള അരിഞ്ഞത് ഇടണം, നേർമയിലായിട്ട് നീളത്തിൽ അരിഞ്ഞത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ പറഞ്ഞില്ലേ, അത് ചതച്ചെടുക്കും. കുറച്ച് പച്ചമുളക് ഈ സവോള ആഡ് ചെയ്യുമ്പോൾ തന്നെ നീളത്തിൽ അരിഞ്ഞ് അങ്ങനെ ചേർക്കും. കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് എല്ലാം കൂടി വഴറ്റും. അതാണ് കുക്കിങ്ങിലേക്കുള്ള സ്റ്റെപ്പ്. അപ്പോൾ മേജറായിട്ട് ഇത് 2 സ്റ്റേജസ് ആയിട്ടാണ് ചിക്കൻ നമ്മൾ വെക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ വെക്കുന്നത്, പക്ഷെ എന്നാലും ഇത് നമ്മൾ എൻ്റെ അമ്മയൊക്കെ വെക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്. ചിക്കനിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു ടേബിൾ സ്പൂൺ തൈര്, ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് മിക്സ് ചെയ്യാനായിട്ട്. അങ്ങനെ ചിക്കൻ ഞാൻ മിക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊരു 1/2 hour നമ്മൾക്ക് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ഉള്ളി, സവോള, ബാക്കിയുള്ള കാര്യങ്ങളുടെ പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാം. അരയ്ക്കേണ്ടത് അരയ്ക്കുക, അരയ്ക്കുക എന്ന് വെച്ചാൽ ചതച്ചെടുക്കുക, അരിയേണ്ടത് നമുക്ക് അരിഞ്ഞു വെക്കാം, അങ്ങനെയുള്ള രീതിയിൽ. ഇനി അതെല്ലാം അരയ്ക്കേണ്ടത് അരച്ചിട്ടും അരിയേണ്ടത് അരിഞ്ഞിട്ടും കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മൾ അരയ്ക്കാനുള്ള ചതയ്ക്കാനുള്ള എടുത്ത് വെച്ചത്. ഇഞ്ചി അരിഞ്ഞിട്ടുണ്ട്, വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി അങ്ങനെ ഇട്ടും, പിന്നെ പച്ചമുളക്, കറിവേപ്പില കുറച്ച്, ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. ഇങ്ങനെ ഇരിക്കും ചതച്ചെടുക്കുമ്പോൾ. ഇതിപ്പോൾ കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് എല്ലാം റെഡിയായി. സവോള, പച്ചമുളക് അരിഞ്ഞു വെച്ചത്, ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടുണ്ട്, ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, കറിവേപ്പില, നമുക്ക് ഇടാനുള്ള ഹോൾ സ്പൈസസ്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, ഈ ഹോൾ സ്പൈസസ് ഇടുക. ഞാൻ കാണിച്ചു തരാം പ്രോസസ്.
നമ്മൾ അടുപ്പിൽ കത്തിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കരയാമ്പൂ പൊട്ട അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊട്ട കരയാമ്പൂ ഏകദേശം ഒരു ഇത് ഇങ്ങനെ ഒരു ഇതായിട്ട് വരുമ്പോൾ പൊട്ടാൻ തുടങ്ങി കരയാമ്പൂ. അപ്പോഴത്തേക്കും നമ്മൾ ചെറിയ ഉള്ളി ആഡ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് വഴറ്റുക. ചെറിയ ഉള്ളി ആഡ് ചെയ്തു. ചെറിയ ഉള്ളി ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സവോളയും പച്ചമുളകും അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. സവോള ആഡ് ചെയ്ത് കൊടുത്തു, ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല ഒരു വഴണ്ട് വരണം, ഒരു ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരണം. അതിന് മുമ്പ് ഒരു കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് സവോള ഇങ്ങനെ വഴണ്ടി വരും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് സവോള വഴറ്റുന്നതാണ് ഇതിൻ്റെ മെയിൻ ടെക്നിക്ക് പറയുന്നത്. കാരണം സവോള നന്നായിട്ട് വഴണ്ട് വരണം, ഒരു ലൈറ്റ് ബ്രൗൺ കളർ. അത് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കണം. അതിനാണ് കുറച്ച് സമയം എടുക്കുന്നത്. ഇത് കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ ഇളക്കി കൊടുക്കണം. സവോള ആഡ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഒരു 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ കുറേശ്ശെ ചെറുതായിട്ടൊരു ലൈറ്റ് ഇങ്ങനെ വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒരു ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വഴറ്റിക്കൊണ്ടിരിക്കുക. നമുക്ക് കറിവേപ്പില കുറച്ചിട്ടിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വരും. ഒരു ബ്രൗൺ കളറിൽ വരുമ്പോഴാണ് നമ്മൾ പിന്നെ പൊടികൾ ആഡ് ചെയ്യുന്നത്. നമുക്ക് ഇത് ഏകദേശം ഒരു ഇങ്ങനെ ലൈറ്റ് ബ്രൗൺ കളർ വരുമ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ പൊടികൾ ആകെ 3 പൊടികൾ മാത്രമേ ചേർക്കണുള്ളൂ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടികൾ. ഈ 3 പൊടികൾ മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നത്. വീണ്ടും ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്യില്ല, കറി മസാലപ്പൊടിയും ആഡ് ചെയ്യത്തില്ല. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എണ്ണ തെളിയുന്ന വരെ ഇത് വഴറ്റണം. ഇതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരാൻ നേരത്ത് നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാം, പിന്നെ ചിക്കനും ആഡ് ചെയ്യാം. ഇത് കുക്കറിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ചിക്കനും ആഡ് ചെയ്യാം. കാരണം അടച്ച് വെച്ചിട്ട് വിസിൽ കേക്കിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിരിക്കും. നമുക്ക് ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ചിക്കൻ ആഡ് ചെയ്യാൻ പോവാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇനി ആഡ് ചെയ്യാൻ പോവാണ്. ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പം നമ്മൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ചിക്കൻ്റെ ടെമ്പറേച്ചർ കുറയാതെ നമുക്ക് അത് ചേർത്ത് കൊടുക്കാൻ പറ്റും. കെറ്റിലുണ്ടെങ്കിൽ കെറ്റിൽ തിളപ്പിക്കുക, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അടുപ്പിൽ വെച്ച് നമുക്ക് തിളപ്പിച്ചിട്ട് വെള്ളം ആവശ്യത്തിന് ആഡ് ചെയ്യും. കൂടുതൽ ചാറ് വേണ്ടവർക്ക് അങ്ങനെ ആഡ് ചെയ്യാം. എന്നാലും ഇത് ഞാൻ ഒരു കാണിച്ചു തരാം എത്ര വെള്ളം ഉണ്ടെന്ന്. അത് ഒന്ന് നകന്ന് നിൽക്കുന്നവരെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ചാറ് വേണം, അതുകൊണ്ട്. നമുക്ക് വെള്ളം ഇങ്ങനെയാണ് ആഡ് ചെയ്ത് കണ്ടോ, ഇതിങ്ങനെ നകന്ന് നിൽക്കും. അങ്ങനെ ആഡ് ചെയ്ത് എന്നിട്ട് ഇനി നമ്മൾ പ്രഷർ കുക്ക് ചെയ്ത് 2 വിസിൽ, ഹൈയിൽ ഒരു വിസിൽ വന്നതിന് ശേഷം സിം ചെയ്ത് വെച്ചിട്ട് ഒരു വിസിൽ, എന്നിട്ട് ഓഫ് ചെയ്തിടുക. ഉപ്പും കൂടി നോക്കിയിട്ട് നമ്മൾ പിന്നെ ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. കുക്കർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ബാക്കിയുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടുമ്പം കുറച്ചൊന്ന് ഇത് ട്വിസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഇടുന്നതാണ് നല്ലത്. അപ്പോൾ കൂടുതൽ നമുക്ക് ഫ്ലേവർ കിട്ടും. കുക്കർ ക്ലോസ് ചെയ്തിട്ടുണ്ട്, ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ആവി ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ സമയത്ത് മാത്രമേ ഞാൻ വിസിലെടുത്തുള്ളൂ. ഇതാ വിസിൽ വരാൻ തുടങ്ങി, ലൈക്ക് ആവി വരാൻ തുടങ്ങി. ഇപ്പം വിസിലിടും. വിസിൽ ഇട്ടിട്ടുണ്ട്. ഇനി ആദ്യത്തെ ഒരു പ്രഷർ റിലീസ് ചെയ്യുന്ന ഇത് വന്നിട്ട് പിന്നെ നമ്മൾ സിം ചെയ്ത് വെച്ചിട്ട് രണ്ടാമത്തെ വിസിലും കൂടെ കേട്ടിട്ട് ഓഫ് ചെയ്തിടും. ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട്, ഇനി അത് സിം ചെയ്തിടുക. രണ്ടാമത്തെ വിസിലും കൂടെ കേട്ടിട്ട് ഓഫ് ചെയ്യാം. രണ്ടാമത്തെ വിസിലും വന്നിട്ടുണ്ട്, ഇനി അത് ഓഫ് ചെയ്തിടാൻ പോവാണ്.
ഇനി കറി സെർവ് ചെയ്യുമ്പം കാണിക്കാം എങ്ങനെയാന്ന്. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും, എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ടിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടേക്ക് കെയർ, ബി ഹെൽത്തി, ബി ഹാപ്പി.